ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിവിടെ അനിൽ ബോസെ വസ്തുതാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് പറഞ്ഞത്? കഴിഞ്ഞ തവണ 53 ലക്ഷം ആളുകൾ ശബരിമലയിൽ വന്നു, ഒരാളും ഒരഭിപ്രായ വ്യത്യാസവും പറഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞത് 2000 UDF കേരളം ഭരിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു ശബരിമലയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏത് മാസ്റ്റർ പ്ലാനാണ്? ഒരു മനസ്സിലാകുന്നില്ല. വെറുതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയല്ലേ. നിലയ്ക്കൽ ബേസ് ക്യാമ്പായിക്കൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ. പ്രിയപ്പെട്ട സുഹൃത്ത് അനിൽ ബോസ്, നമ്മൾ എന്നാണ് നിലയ്ക്കൽ ബേസ് ക്യാമ്പ് ആക്കണം എന്ന ചിന്ത നമ്മുടെ തലയിലേക്ക് വരുന്നതെന്നറിയുമോ? പ്രളയം 2018 വന്നു. 2018 പ്രളയം വന്നതിന് ശേഷം പമ്പയാകെ ഒലിച്ചുപോയി. ആ ഘട്ടത്തിലാണ് നമ്മൾ നിലയ്ക്കലിലേക്ക് ബേസ് ക്യാമ്പ് ആക്കിക്കൊണ്ട് കൂടുതൽ സംവിധാനം അവിടെ ഒരുക്കിയതുള്ള ചിന്തയിലേക്ക് വരുന്നത്. വളരെ പെട്ടെന്നല്ലായിരുന്നോ? ഇപ്പോൾ അനിൽ ബോസ് വരുമ്പോൾ എന്നെ കൂടെ വിളിക്കണം, ഞാനിവിടെ വരാം. ഒരു 3000 ആൾക്ക് താമസിക്കാനുള്ള ഒരു സംവിധാനം ഒരു 3 മാസം മുമ്പാണ്, കഴിഞ്ഞ ശബരിമല തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പാണ് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തത്. കിഫ്ബി ഫണ്ടിൽ ഉപയോഗിച്ച് പണിതാ. പിന്നെ ഈ മാസ്റ്റർ പ്ലാൻ, ഏത് ഘട്ടത്തിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ട്? നമ്മൾ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ മുമ്പോട്ട് വെക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കേന്ദ്ര വനഭൂമി ആവശ്യപ്പെട്ട് തരുന്നില്ല. ആ ഘട്ടത്തിൽ നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയാണ് പിന്നീട് പറയുന്നത്, നിങ്ങളൊരു മാസ്റ്റർ പ്ലാൻ, നിങ്ങൾ ഭൂമിയുടെ കാര്യം പറയുന്നല്ലോ, നിങ്ങളൊരു മാസ്റ്റർ പ്ലാൻ ആക്കുക. ആ ഘട്ടത്തിലാണ് നമ്മൾ ആദ്യം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. ഉണ്ടാക്കിയപ്പോൾ ഹൈ പവർ കമ്മിറ്റി ആ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചില്ല. ഒരു ഏജൻസിയെ കൊണ്ടാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. പിന്നീട് സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആ മാസ്റ്റർ പ്ലാനിൽ ശബരിമലയിൽ 453 കോടിയുടെ ഡെവലപ്മെൻറ്റ്, 1033 കോടിയുടെ ഡെവലപ്മെൻറ്റ് നിലയ്ക്കലും പമ്പയിലുമായിട്ട്, അത് ഏകദേശം 1500 കോടി രൂപയോളം ഡെവലപ്മെൻറ്റ് വരുന്നു. ആയിക്കോട്ടെ, ആ സമയത്താണ് ഭക്തർ പറയുന്നത്, ഇത് ഞങ്ങളുടെ ആരുടെയും നിർദ്ദേശമല്ല. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെയോ ദേവസ്വം മന്ത്രിയുടെയോ ഒന്നും നിർദ്ദേശമല്ല. ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ചതാണ് അയ്യപ്പ സംഗമം. അവർ സിംഗപ്പൂരും മലേഷ്യയും എല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോയപ്പോൾ ഞങ്ങൾക്ക് കൂടി കുറേ കാര്യങ്ങൾ നിർദ്ദേശമുണ്ട്, അത് കേൾക്കാൻ നിങ്ങളൊരു അവസരം ഉണ്ടാക്കി തരണം. അങ്ങനെയാണ് അവരുടെ തലയിലേക്ക് ഈ ചിന്ത കയറുന്നത്. അങ്ങനെ അവർ ഒരു അയ്യപ്പ സംഗമം വിളിച്ചു ചേർക്കാൻ വേണ്ടി നിശ്ചയിച്ചു. മാസ്റ്റർ പ്ലാനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം പറയട്ടെ. അവർ പറഞ്ഞു, അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടു, അതെല്ലാം കുറിച്ചു. അതിനുശേഷം നമ്മുടെ അവിടുത്തെ തിരക്ക് ശബരിമല ഉള്ള സമയം മുതലുണ്ട്, എങ്ങനെ തിരക്ക് നിയന്ത്രിക്കാം, ആ ചർച്ചയാണ് അവിടെ നടത്തിയത്. മാർഷ്യൻ ദർശനം എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ള ചർച്ചയല്ല, ശബരിമലയിലെ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാം, മാസ്റ്റർ പ്ലാൻ എങ്ങനെ നമുക്ക് കൂടുതൽ മെച്ചമാക്കി കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ വിവിധ കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്, ആ ക്ഷേത്രങ്ങളെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ആത്മീയ ടൂറിസം കൂടുതൽ ഭക്തജനങ്ങളെ സുഗമമായി എത്തിക്കാൻ കഴിയും. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനെതിർക്കുന്നു? നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? അവിടെയാണ് ആദരണീയനായ NSSൻ്റെ ജനറൽ സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ കള്ളക്കളി അവസാനിപ്പിക്കണം. അതാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ കള്ളക്കളി അത് അവസാനിപ്പിക്കണം. അതിപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ആകെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഉള്ള ജാള്യതയാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി.